എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ. ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ, നീ നാറുവേ. നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പ്. എനിക്ക് തോന്നലാണ് നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് ഏറെ ഞെട്ടലുളവാക്കുന്ന വാർത്തയായിരുന്നു എല്ലാവർക്കും ഇന്നലെ കാണാൻ സാധിച്ചത്. സോഷ്യൽ മീഡിയ താരം, ബിഗ് ബോസ് താരമായ നമ്മുടെ ഷിയാസ് കരീമിനെതിരെ പരാതി വന്നിരിക്കുന്നു. ഇപ്പോൾ പരാതിയിൽ FIR ഇട്ടു എന്ന് പറയപ്പെടുന്നു. എന്താണെന്ന് പൂർണ്ണമായും നമുക്ക് അറിവില്ല. ഈ ഒരു വിഷയം എനിക്ക് ഞെട്ടലുളവാക്കിയെന്ന് പറയാൻ കാരണം, ഈ ഒരു വിഷയത്തിൽ ആദ്യം വീഡിയോ ചെയ്തത് ഞാനായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്ത് ഒരുപാട് ആൾക്കാർ അത് കണ്ടിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ പലരുടെ ഭാഗത്തുനിന്ന് എന്നോട് പേഴ്സണലി അവർ പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ ഏറെ ദുഃഖകരമായ ഒരവസ്ഥ നിയമപരമായി മുന്നോട്ട് പോയിരിക്കുന്നു. അതേ ഷിയാസ് കരീം എന്ന് പറയുന്ന ഈ ഒരു പാഹേനെതിരെ 65 ലക്ഷം രൂപ മേടിച്ചതിന് ശേഷം തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വാക്ക് പറ്റിച്ച് അവസാനം മറ്റൊരു കല്യാണം കഴിച്ച് പോയി എന്നാണ് ആരോപണം. എന്താണ് ഉണ്ടായത്? വളരെ വിശദമായി ഷിയാസ് കരീമിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? ഈ ഒരു വിക്ടിം അതിജീവിതയുടെ ഭാഗത്താണോ ന്യായം? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പാഹേമാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷിയാസ് കരീം നിലവിൽ അദ്ദേഹം ഒളിവിലായിരിക്കാം. ഒരുപക്ഷെ FIR ഇട്ടോ ഇല്ലയോ നമുക്കറിയില്ല. എനിവേ, ഷിയാസ് കരീമിന്റെ സുഹൃത്തുക്കൾ പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഷിയാസ് കരീം എന്ന് പറയുന്ന ഈ ഒരു പാഹേനെ ഈ ഒരു വിഷയത്തിൽ പെടുത്തിയത് മറ്റാരുമല്ല, മറ്റൊരു ബിഗ് ബോസ് തൃക്കാക്കരയുടെ നിയുക്ത MLA ആയി മാറിക്കൊണ്ടേയിരിക്കുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു പാഹേൻ അഖിൽ മാരാറാണ് ഈ ഒരു വിഷയത്തിൽ ഷിയാസ് കരീമിനെ കുടുക്കിയത്. വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ചില ഞെട്ടിക്കുന്ന ഭീഷണികൾ അഖിൽ മാരാറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ചില തെളിവുകൾ ഷിയാസ് കരീമിന്റെ സുഹൃത്തുക്കൾ പുറത്തുവിടുന്നു. എന്താണ് വളരെ വിശദമായി പരിശോധിക്കാം. എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ. ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ, നീ നാറുവേ. നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി. നീ അകത്താണേ. നിന്റെ ചെവുക്കല്ല അടിച്ച് പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെരുമ്പാവൂരുകാരുണ്ടെന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക. അതാദ്യം നീ ആലോചിക്കുക. നിന്റെ ചുറ്റുവട്ടത്തുള്ളവന്മാരുണ്ട് നിന്റെ അടിച്ചിൻ്റെ ചെവുക്കല്ല് പറിക്കാൻ. എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതിന് അത് ഏറെ ഞെട്ടലുളവാക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. ഷിയാസ് കരീം നിരവധി പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം, അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ തെളിവുകൾ, നാട്ടിലുള്ള പെണ്ണുങ്ങളുമായി ഓൻ നടത്തിയ തെളിവുകൾ മാരാരുടെ ഭാഗത്തുണ്ടെന്നാണ് ഓൻ വെല്ലുവിളിക്കുന്നത്. ഓൻ്റെ എല്ലാ തെളിവുകളുമുണ്ട്. അത് പുറത്തു വിട്ടാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ 2 പേരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ ജയിലിലാവുമെന്ന് 100% ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ഷിയാസ് കരീമിനെതിരെ പരാതി വന്നിരിക്കുന്നത്. അതായത് അഖിൽ മാരാറുടെ ഗൂഢാലോചന, വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അതിനെ തുടർന്ന് വിക്ടിം, അതായത് മുൻപ് പരാതി കൊടുത്തിരുന്ന അതേ വിക്ടിം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു വിക്ടിം വീണ്ടും ഷിയാസ് കരീമിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, അഖിൽ മാരാർ ഭീഷണിപ്പെടുത്തുന്ന ചില മെസ്സേജുകളും ഓൻ പങ്കുവയ്ക്കുകയാണ്. അതേക്കര സ്ഥാനാർത്ഥിയായ അഖിൽ മാരാർ 6 കോടി രൂപയോളം BJPയിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് സ്ഥാനാർത്ഥി ആയെന്നൊരു ആരോപണം ഷിയാസ് ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പേഴ്സണലായിട്ട് അഖിൽ മാരാർ നടത്തിയ ഒരു ചാറ്റാണ്. നിന്റെ കഴപ്പ് കോടതിയിൽ കയറുമ്പോൾ മാറും, നീ തെളിയിക്ക്, ഇല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അപകീർത്തിപ്പെടുത്തിയത് പറഞ്ഞ് സാബു ജേക്കബിനെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. ഒരേ സമയം ഒരു രാജ്യം ഭരിക്കുന്ന മുന്നണിയെ തിരഞ്ഞെടുപ്പിൽ അപമാനിച്ചു. നാട്ടിലുള്ള പെണ്ണുങ്ങളെ പിഴപ്പിച്ചും അവരുടെ പണം തട്ടിയെടുത്തും അവരെ ഭീഷണിപ്പെടുത്തിയതും നടക്കുന്നതിൻ്റെ അടുത്ത കേസ്. നിന്റെ സൂക്കേട് ഞാൻ തീർക്കുന്നുണ്ട്. പരസ്യമായി മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ പൊന്നുമോനെ നിനക്കുള്ള പണി ഞാൻ തരും. അതെ, അത്തരത്തിൽ വലിയൊരു ഭീഷണി അഖിൽ മാരാറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ വാർത്ത സ്റ്റോറിയായിട്ടിട്ടതിന് ശേഷം തമാശയായി പറഞ്ഞതാണ്, അഖിൽ മാരാറെ ചുമ്മാ ചൊറിഞ്ഞതാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി. ഞാൻ സാബു സാറിനോട് പറഞ്ഞ് അവൻ ചുമ്മാ പറഞ്ഞതാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒതുക്കി തീർത്തേക്കാമെന്നും അഖിൽ മാരാർ പറയുന്നു. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വലിയ രീതിയിലുള്ള വെല്ലുവിളി അഖിൽ മാരാർ, ബിഗ് ബോസ് താരങ്ങളാണ് 2 പേരും, അഖിൽ മാരാറും ഷിയാസ് കരീമും തമ്മിലുണ്ടായി. ആ ഒരു വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ ഓൻ വെല്ലുവിളിച്ചത് മറ്റൊന്നുമല്ല, വിക്ടിമുകളെ
കൊണ്ട് ഓനെതിരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു മൂവ്മെന്റ് അഖിൽമാരാർ നടത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ഒരു വിക്ടിമിനെ കൊണ്ടുവന്ന് പരാതി കൊടുപ്പിക്കുന്നു. ഷിയാസ് കരീം ഒളിവിൽ പോവേണ്ട സാഹചര്യം വരുന്നു. ഇതിനിടയിൽ ഷിയാസുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഞാൻ വീഡിയോ പങ്കുവച്ചാണ്. അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്ക് ഇവരുടെ നിന്ന് 65 ലക്ഷം എന്ന് നമുക്കറിയില്ല, എന്നാലും ലക്ഷങ്ങൾ വാങ്ങിയെന്നുള്ളത് വളരെ വ്യക്തമായ തെളിവുകൾ നിരത്തുന്നുണ്ട്. ആ രീതിയിൽ എന്താ പറയുക, അവർക്ക് എന്താ പറയുക ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പൈസ പോയിട്ട് ഓൻ കല്യാണം കഴിച്ചതുമില്ല, ഓൻ വേറൊരു കല്യാണം കഴിച്ചു. അത് ഈ ഷിയാസ് പറയുന്നൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അതുപോലെ ഷിയാസിനോട് മൊഹബത്ത് തോന്നി വന്നൊരു ആരാധിക. നമുക്കറിയാം ഷിയാസിനെ പോലൊരു പഹയൻ കണ്ടാൽ ആരും കൊതിക്കുന്ന ഒരു പഹയൻ, തടാകടിയനായ ഒരു പഹയൻ. ഓനെ കണ്ട് മൊഹബത്ത് തോന്നി വരുന്നു. അതിനുശേഷം ഓനുമായി വളരെ രീതിയിൽ അടുക്കുന്നു, സാമ്പത്തികമായി ഓനെ വളരെയധികം സഹായിക്കുന്നു. പിന്നീടാണ് 55-60 വയസ്സുള്ളൊരു പഹയത്തിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഷിയാസ് കരീം എന്താക്കി, ഓൻ പൈസ മേടിച്ചു എന്ന് പറയപ്പെടുന്നു. ഓളെ കെട്ടാനുള്ള നിവൃത്തി ഓനിക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ ഓൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖസുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു കുട്ടിയായിരിക്കുന്നു. എനിവേ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പം അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ കടുത്ത വെല്ലുവിളി ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത്തരം വിക്ടിമുകൾക്ക് ഇപ്പോൾ കോടതിയിൽ വലിയ രീതിയിലുള്ള മെറിറ്റ് കിട്ടുമെന്ന് വെച്ചാൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പ്രായം പുറത്ത് പറയാതെ. ഈ പറഞ്ഞ നേരത്തെ ആണുങ്ങളായിരുന്നു, ഫേസ്ബുക്കിൽ കൊച്ചി ഇറക്കാനായിട്ടുള്ള ഫോട്ടോ ഇട്ടതിന് ശേഷം പെൺകുട്ടികളെ വശീകരിക്കുന്ന ആണുങ്ങളായിരുന്നു. ഇപ്പം നേരെ തിരിഞ്ഞു. അതായത് പ്രായമുള്ള ഈ പെണ്ണുങ്ങൾ കളവ് പറഞ്ഞുകൊണ്ട്, പ്രായം കുറഞ്ഞ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രേമിച്ചതിന് ശേഷം ഓരോ പഹയന്മാരെ കൈക്കലാക്കുന്ന, വശത്താക്കിയതിന് ശേഷം അവസാനം ചീറ്റിങ് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മെറിറ്റ് വളരെ കുറവാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എനിവേ കാത്തിരുന്ന് കാണാം. വിക്ടീമിന് ഈ പറഞ്ഞ കണക്ക് അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീതി കിട്ടട്ടെ. അത് തീർച്ചയായും വേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഷിയാസ് കരീമും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇത് അഖിൽമാരാറുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഗൂഢാലോചനയാണ്. അഖിൽമാരാർ എന്ന് പറയുന്ന ആ ഒരു ബിഗ് ബോസ് താരം കൂടിയായ ആ ഒരു പഹയൻ ഓനെ കുടുക്കിയായിരുന്നു. അതായത് ഒരു ബിഗ് ബോസ് താരത്തിന് മറ്റൊരു ബിഗ് ബോസ് താരത്തോടുള്ള ആ ഒരു അസൂയ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ ഏറെ ദുഃഖകരമായ അവസ്ഥ. ഷിയാസ് കരീമിൻ്റെതായ ഒരുപാട് ഓഡിയോ ക്ലിപ്പിങ്ങുകൾ പുറത്തു വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാം. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു ഗുണപാഠം കൂടിയാവുകയാണ്. ഈ രീതിയിൽ പ്രായമായ സ്ത്രീകളോട് പ്രണയം നടത്തുക, അല്ലെങ്കിൽ പ്രായമായ പുരുഷന്മാരോട് പ്രണയം നടത്തുന്ന ഈ കള്ള ഹിമാറുകൾ ചിന്തിക്കേണ്ടത് വലിയ അബദ്ധമാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പിന്നീടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കാണാതെ, നേരിട്ട് കാണാതെ ഉള്ള ഈ ഒരു പ്രണയം അത് ഒരിക്കലും ഭൂഷണമല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. അതെനിക്ക് തോന്നലാണ് നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ ഇരുന്ന് കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെൻറ്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടാ. മറ്റേത് കിട്ടുകയാണെങ്കിൽ അയക്കട്ടെ എനിക്ക്. ഈ 1 പിന്നെ 10 തന്നായിട്ടാ, ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റോണം തന്ന കയ്യിൽ പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാമല്ലോ. പറയണ്ട, രാവിലെ തന്നെ ഒരു 10-35,000 രൂപ ഉമ്മ കൊടുത്തു. ഇന്നലെയും വീട്ടിലെ സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പോൾ തന്നെ ഒരു 1 ലക്ഷം രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് പഠിച്ചോ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റഡി ആകുമ്പോഴത്തേനും വീണ്ടും ഓരോ പണികളായിട്ട് വരും വീട്ടിലെ. ഒന്നും പറയണ്ട, 1 ലക്ഷം രൂപ അത് എന്തിനാ പോയിന്ന് അറിഞ്ഞില്ല. അല്ല, ബാംഗ്ലൂര് ഞാനാകെ പെട്ടിക്കടി. എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ 30,000 രൂപയ്ക്ക് പണി തീർക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇപ്പോൾ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഒന്ന് പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ, ഞാൻ നിൻ്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തൂല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് ഞാനും എൻ്റെ കുടുംബമല്ല, പിന്നെ ആരുള്ള ഞാനത് പറയാം. ഇപ്പം നിലവിൽ അത് പൊളിക്കും. നിർത്തടി ചിലക്കാതെ. അതെ അതെ അതെ, ഞങ്ങൾ സെയിം പൈസ കെട്ടാം. അതെ,
വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കണട്ടാ. ഓക്കെ, ഷിയൂന്ന് വിളിച്ച ഷിയു ഒരെണ്ണം വാങ്ങിച്ചിടാൻ പറഞ്ഞോ ഓരോരുത്തർ. ഇതിന് വിലയുള്ളതാണേ 20,000 രൂപ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ആ വിലയുടെ സൺഗ്ലാസ് ഒരെണ്ണം വാങ്ങിച്ചിടാൻ പറ. വിലയുള്ളതാണ്ട വയ്ക്കണേ. ഓക്കെ, എന്തായാലും വയ്ക്കേ. 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെന്നുള്ളൂ. അത് ഓക്കെ ആവാൻ എൻ്റെ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിൻ്റെ വർക്കിൻ്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, ഓക്കെ. നോമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഞാൻ ടാക്സ് അടയ്ക്കാം. ഞാൻ അടയ്ക്കണം, അല്ലെങ്കിൽ പണി പാടും. നീ പൈസ ആയിട്ട് തന്നായിട്ടോ. അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിൻ്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, ഓക്കെ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാന്നാ. ഓക്കെ, ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും ATM നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ അത് അടച്ചടച്ച് പോയിക്കോളും. ജിമ്മിൻ്റെ പണി തുടങ്ങണം ഈ ദിവസങ്ങൾ. നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ്ങും പ്ലംബിങ്ങും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണം. നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. അതായത് എന്ത് ചെയ്യാനാ? മറ്റേ എന്തായി മറ്റേ ഫണ്ടിൻ്റെ കാര്യം? ഞാൻ ഫോട്ടോ എടുത്തല്ലോ, അവരെടുത്തിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ, അയച്ചാം. വേറെ വിശേഷം? എവിടെയുള്ള എന്തായാലും എല്ലാം ഓക്കെ അല്ലേ? കുറച്ച് ഇത് വേണ്ടിയിട്ടോ നമ്മൾ തുടങ്ങാൻ വേണം പരിപാടി. പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. നീ അത് എനിക്ക് തന്നാൽ മതി പൈസ ആയിട്ട്. അക്കൗണ്ടിൽ ഉണ്ടോ? കാരണം ഈ ട്രാൻസാക്ഷൻ മറ്റേ ഇത് GST ഇഷ്യൂ വരും. തന്നാൽ ഞാനത് പതുക്കെ പണി 10 ആയിട്ട് തന്നാൽ മതി. അപ്പോൾ പണി തീർക്കാൻ പറ്റും.